നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഒരു കുക്കീസ് ഓവനൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കണ്ടോ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സ്പൂണിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം പഞ്ചസാര പൊടിച്ചപ്പോൾ ഒരു 4 ഏലക്ക ചേർത്തിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഏലക്കയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് ആണ് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒരു 1/2 കപ്പോളം നെയ്യ് എടുത്തിട്ട് ആവശ്യത്തിന് നെയ്യ് ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ നെയ്യ് ചേർക്കുന്നുള്ളൂ കേട്ടോ. കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നെയ്യ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നെയ്യ് ചേർക്കാം കേട്ടോ. നമുക്കിത് മൊത്തത്തിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന ഒരു പാകത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഉണ്ടാക്കില്ല അതുപോലെ ലൂസ് ആവണ്ട, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ. നിങ്ങൾ കുക്കീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വിള്ളൽ വരില്ല. ആ ഒരു ടൈപ്പിലുള്ള മാവാണ് കേട്ടോ വേണ്ടത്. അതായത് കുറച്ച് കട്ടിയിലുള്ള മാവാണ് വേണ്ടത്. കണ്ടോ, ഇതുപോലെ വിള്ളൽ വന്നു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓയിൽ അധികമായി പോയി കഴിഞ്ഞാൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് പരന്നു പോകും കേട്ടോ. അപ്പോൾ അത് ഒരു കുക്കി ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചസാരയും അധികമായി പോകാൻ പാടില്ല കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം. എന്നിട്ട് ഞാനിത് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബദാമിൻ്റെ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കടായി ഉള്ളിലൊരു പാത്രം ഇറക്കി വെച്ചിട്ട് അത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ ചൂടായിട്ട് വരും. ആ സമയത്ത് ഒരു പ്ലേറ്റിൽ എണ്ണയൊന്നും തടവിയിട്ടില്ല കേട്ടോ. നേരിട്ട് പ്ലേറ്റിലേക്ക് ഇതുപോലെ നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കീസ് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു കടായിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് വെക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ കുക്കീസ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇതൊന്നും കൂടെ വലുതായി വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള സ്പേസ് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ കുക്കീസ് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിപ്പിടിക്കും. ഇനി ഇത് നമ്മളെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. സ്പൂണൊക്കെ തട്ടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലായിരിക്കും. അത് തണുത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ കുക്കീസിൻ്റെ ആ ഒരു പൊടി കണ്ടോ ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ കിട്ടുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കുക്കീസിൻ്റെ അതുപോലെ തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഒന്ന് ഫോളോ ചെയ്യാം.